हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 65 66 ശ്ലോകം എടുക്കാം. 64 കഴിഞ്ഞു. ശ്രീവാസ ശ്രീപതി ശ്രീമതാം വര അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് 65 66 ഒന്നിച്ചു ചെല്ലാം. ശ്രീധ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകര ശ്രേയ ശ്രീമാം ലോകത്രയാശ്രയ സ്വക്ഷസങ്കോജ്ജിതാനന്ദോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തിശ്ചിന്ന സംശയ. ഇന്നത്തെ നാമം 607 ശ്രീനിവാസ. ഇതേ നാമം നമ്മൾ മുമ്പ് കാണുകയുണ്ടായിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ട അർത്ഥം ശ്രീനിവാസ, ശ്രീയുടെ അതായത് ലക്ഷ്മി ദേവിയുടെ നിവാസം എന്നായിരുന്നു, ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലം എന്നായിരുന്നു. പക്ഷെ ശ്രീ എന്ന പദത്തിന് വേദജ്ഞാനം എന്നൊരർത്ഥമുണ്ട്. വേദങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ശ്രീ വേദത്തിനെ കുറിച്ചുള്ള അറിവ്, വേദജ്ഞാനം, അതിനെ ശ്രീ എന്ന് പറയും. അങ്ങനെ ഒരു അർത്ഥം ഉള്ളതുകൊണ്ട് ഈ ഇപ്പോൾ നമ്മൾ പറയുന്ന ശ്രീനിവാസ എന്ന് പറയുന്നത് വേദജ്ഞന്മാരിൽ വസിക്കുന്നവൻ എന്നൊരർത്ഥം. ശ്രീ എന്ന് വെച്ചെങ്കിൽ വേദജ്ഞൻ, നിവാസാച്ചിൽ വസിക്കുന്നവൻ. രണ്ടർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. ശ്രീനിവാസ എന്ന് ലക്ഷ്മിയുടെ ഭാഗത്തിൽ നോക്കുമ്പോൾ ലക്ഷ്മി വസിക്കുന്ന സ്ഥലം ശ്രീനിവാസം, ശ്രീയുടെ നിവാസം. ഇത് ശ്രീ വേദജ്ഞാനം എന്ന് പറഞ്ഞാൽ വേദജ്ഞാനികളിലുള്ള ഉള്ളിൽ നിവസിക്കുന്നവൻ ഇന്ന് അങ്ങട് നിവാസം, അങ്ങടാണ് ഭഗവാന്റെ നിവാസമാണ് അവിടെ. ആദ്യത്തെ അർത്ഥത്തിൽ ലക്ഷ്മിയുടെ നിവാസം ഇവിടെ. ആ സംസ്കൃതത്തിൻ്റെ ഒരു ബ്യൂട്ടിയാണത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബമുള്ളവന് ചാച്ചും ചേരിച്ചും കേട്ടാന്ന് പറയില്ല. ലാംഗ്വേജ് ഇസ് റിച്ച്, യു ക്യാൻ പ്ലേ വിത്ത് ഇറ്റ്. അപ്പോൾ ഇവിടെ ശ്രീനിവാസ എന്ന് പറഞ്ഞാൽ ശ്രീയിൽ നിവസിക്കുന്നവൻ. ശ്രീ എന്ന് പറഞ്ഞാൽ വേദജ്ഞാനം, വേദജ്ഞാനമുള്ളവരിൽ നിവസിക്കുന്നവൻ എന്നർത്ഥം. സത്യത്തിൽ പറഞ്ഞാൽ ഭഗവാൻ വേദജ്ഞരിൽ മാത്രമേ ഉള്ളൂ. ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ അത്. ഭഗവാൻ വേദജ്ഞന്മാരിലും ചണ്ടാളന്മാരിലും എല്ലാവരിലും വസിക്കുന്നുണ്ട് അല്ലേ? എവിടെ ഭഗവാൻ വസിക്കാത്ത? എല്ലാം ഭഗവാന്റെ വാസസ്ഥലല്ലേ. പിന്നെന്തിനാ ശ്രീനിവാസ എന്നൊരു പ്രത്യേകിച്ചൊരു ഇത് പറയേണ്ട കാര്യം? വേദജ്ഞന്മാരിൽ വസിക്കുന്നവൻ എന്നെന്തിനാ പറയണത്? ഈ വേദജ്ഞന്മാരിൽ ഭഗവാന്റെ എന്താ പറയുക, സാന്നിധ്യം വളരെ പ്രബലമായിട്ടുള്ളതാണെന്ന് കാണിക്കാനാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ മറ്റുള്ളവരിൽ ആരിലും തന്നെ ഭഗവാൻ ഇല്ല എന്നല്ല. ഭഗവാനെ മറ്റുള്ളവരിനൊക്കെ നിഷേധിച്ച് പറയല്ല. ഭഗവാൻ എല്ലാ ദിക്കിലും എല്ലായ്പ്പോഴും ഉണ്ട്. വേദജ്ഞന്മാരിലുണ്ട്, ചണ്ടാളന്മാരിലുണ്ട്, നീചന്മാരിലുണ്ട്, ദുഷ്ടന്മാരിലുണ്ട്, നല്ലവരിലുണ്ട്, എല്ലാവരിലും ഭഗവാനുണ്ട്.
കുംഭകർണനിലെ എന്താ പറയുക, രാവണനിലും ഭഗവാനാണ്, വിഭീഷണിലും ഭഗവാനാണ്, ദുര്യോധനിലും ഭഗവാനാണ്, ശകുനിയിലും ഭഗവാനാണ്, ധർമ്മപുത്രരിലും ഭഗവാനാണ്, ഭീഷ്മരിലും ഭഗവാനാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള സാന്നിധ്യത്തിൻ്റെ പ്രാബല്യം കൂടുതൽ വേദജ്ഞന്മാരുടെ കയ്യിലുള്ളതാണ്. വേദം അറിയുന്നവരോ ഈ വേദത്തെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നവരോ, വേദം ഇഷ്ടപ്പെടുന്നവരോ, വേദം വ്യാഖ്യാനം ചെയ്യുന്നവരോ, വേദജ്ഞ, വേദത്തെ അറിയുന്നവർ, അവരുടെ മനസ്സിലുള്ള പ്രാബല്യം ഭഗവാന്റെ കൂടുതലുണ്ട്, മറ്റുള്ളവരെക്കാൾ കൂടുതലുണ്ടെന്ന് വ്യാഖ്യാനിക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ ഈ ഭാരതത്തിൽ അതിൻ്റെ അധികാരം എവിടെയൊക്കെയാണ് ഉള്ളത്? എവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കല്ലേ നല്ലത്. അങ്ങേയറ്റം കന്യാകുമാരി മുതൽ അങ്ങേയറ്റം ഇപ്പോൾ കാശ്മീർ വരെ എന്ന് വേണമെങ്കിൽ ധൈര്യമായിട്ട് പറയാം. ഇപ്പുറത്ത് കച്ച് മുതൽ ഇപ്പുറത്ത് കൽക്കട്ട ബാംഗ്ലാദേശ് വരെ, ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് ദ കൺട്രി. എവിടെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അധികാരം ഇല്ലാത്തത്? ആലോചിക്കലുണ്ടോ? ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ അവിടെ നിങ്ങളുടെ നിയമമൊന്നും ബാധകമല്ല കേട്ടോ എന്ന് പറയോ? പറയാൻ പറ്റില്ലല്ലോ. ഒരു സ്ക്വയർ ഇഞ്ച് പോലും ഇല്ല ഭാരതത്തിൽ നമ്മളുടെ അല്ല എന്ന് പറയാൻ, അല്ലേ? ചൈനക്കാരുടെ അഗ്രഷൻ വന്ന് അത് പോട്ടെ, അതല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഭാരതം എന്ന് വെച്ചെങ്കിൽ നമുക്ക് സങ്കല്പത്തിൽ ഭഗവാന്റെ സാന്നിധ്യം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാന്നിധ്യം എല്ലാ ദിക്കിലും ഉണ്ട്. ഡിസ്പ്യൂട്ടഡ് ഏരിയ മാറ്റി വയ്ക്കും, അത് പോണ്ട. മറ്റുള്ള രാജ്യത്തെല്ലാം, തമിഴ്നാടായാലും ശരി, കർണാടക ആയാലും ശരി, കേരള ആയാലും ശരി, നിങ്ങളുടെ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ വെളിച്ചപ്പാട് തുള്ളി പറയണ പോലെ പറയാനല്ലാതെ, കൽപ്പനകൾ നടത്താനല്ലാണ്ട് ഇതൊന്നും വിലപ്പുമില്ല. കേന്ദ്രത്തിൻ്റെ അധികാരം എല്ലാ ദിക്കിലും ഉണ്ട്. കേന്ദ്രം മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം, ഹൂവർ ഇറ്റ് ഈസ്, പാർട്ടി ഏതോ ആവട്ടെ, ആ അധികാരം ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനുണ്ട്, ഇല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് എന്തിനാ ആൾക്കാർ ഡൽഹി പോകണം? ഇതിനെ പോകണം? ബിരുദങ്ങൾ നടത്തിയ പോരാ. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ശക്തിയുടെ പ്രാബല്യം കൂടുതൽ ഡൽഹിയിലാണ്. അവിടെയാണ് അതിൻ്റെ കേന്ദ്രബിന്ദു. അവിടെയുള്ളവർക്ക് കുറച്ച് ശക്തി കൂടും. അതുപോലെ തന്നെ അത് എല്ലാ ദിക്കിലും ഭഗവാനുണ്ട്, എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട്, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ അനുകൂലം ചണ്ടാളിനും കിട്ടുന്നുണ്ട്, ചണ്ടാളിനും ശ്വസിക്കുന്നുണ്ട്, ചണ്ടാളിൻ്റെ ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ്റെ മനസ്സും വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ്റെ ബുദ്ധിയും വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. വേദജ്ഞൻ്യം വർക്ക് ചെയ്യുന്നുണ്ട്, അതുമുണ്ട്. പക്ഷേ പ്രാബല്യം ഭഗവാന്റെ കൂടുതൽ എവിടെയാണ്? മീനിങ് ഭഗവാന്റെ പ്രാബല്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രജോ ഗുണവും തമോ ഗുണവും കുറയും, സാത്വഗുണം കൂടും. അതന്നെ, വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ ഈ വേദജ്ഞനിൽ ഭഗവാൻ ഇരുന്ന് സാന്നിധ്യത്തിൻ്റെ പ്രകടന കൂടുതലുള്ളപ്പോൾ, പ്രാബല്യം കൂടുതലുള്ളപ്പോൾ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കൂടുതൽ സത്വഗുണപ്രധാനമായിട്ടുള്ള കർമ്മങ്ങളാവും. അതേ വ്യത്യാസമുള്ളൂ, അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പം അങ്ങനെ ആ പ്രബലത കൂടുതലുള്ള ആൾക്കാരെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയില്ല. നമ്മൾ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെ? കാണുമ്പോൾ തന്നെ എന്തൊരു തേജസ്സാളുടെ മുഖത്തല്ലേ ചോദിക്കില്ലേ നമ്മൾ? എത്ര ആൾക്കാരോട് നമ്മളങ്ങനെ കണ്ടിട്ട് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോയിരുന്നു. എന്താ തേജസ്സാ, കണ്ണിൻ്റെ ഷാർപ്പ്നെസ് കണ്ടില്ലേ? നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷനാണ്. പറയാറില്ലേ നമ്മൾ? അതൊക്കെ എന്താ കാരണം? ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശമാണത്. ഡൽഹിക്കാരുടെ ഒരു പളവളപ്പാണത്. അവിടെയാണ് സാന്നിധ്യം കൂടുതൽ, ഭഗവാന്റെ പ്രാബല്യം കൂടുതൽ. ഒരു ഷീത്വം എന്നൊക്കെ പറയാറില്ല നമ്മൾ? അങ്ങനെ കണ്ട ഒരു ഷീത്വം ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളില്ലേ, ഇതൊരു ഷീത്വം അദ്ദേഹത്തിനെ കണ്ടാൽ, അല്ലെങ്കിൽ ആ അമ്മയെ കണ്ടാൽ നമ്മൾ പറയാറില്ലേ? ഭയങ്കര ഷീത്വം,
തറവാടി എന്നൊക്കെ തോന്നുന്നു കണ്ട. അതാണ്, വേറൊന്നുമല്ല, അതാണ്, അതന്നെ. അപ്പം അത്തരത്തിലുള്ള ഒരു മഹാപുരുഷന്മാരുടെ ശ്രീ, അവർക്കുള്ള ഐശ്വര്യം ഭഗവാൻ പുഷ്ടിപ്പെടുത്തി കൊടുക്കുന്നു. അതാണ് ശ്രീനിവാസ. അവരിൽ വസിച്ചും കൊണ്ട് അവർക്ക് വേണ്ട ശ്രീ പുഷ്ടിപ്പെടുത്തി കൊടുക്കുന്നു. നമുക്ക് വേണ്ട ശ്രീ ആവില്ല അവർക്ക് വേണ്ട ശ്രീ. അവരുടെ ദൃഷ്ടിയിൽ അവർക്ക് വേണ്ട ശ്രീ ആവില്ല നമ്മുടെ ദൃഷ്ടിയിൽ നമുക്ക് വേണ്ട ശ്രീ. അവരുടെ അസ്വസ്ഥത മാറ്റാനുള്ള മരുന്നാവില്ല നമ്മുടെ അസ്വസ്ഥത മാറ്റാനുള്ള മരുന്ന്. അപ്പോൾ രണ്ടുപേർക്ക് അവരുടെ ശ്രീ അങ്ങോട്ട് കൊടുക്കണ്ടേ? ഒരു ചണ്ടാളൻ്റെ മനസ്സിൽ ഉള്ള ആഗ്രഹങ്ങളായിരിക്കില്ല ഒരു വേദജ്ഞൻ്റെ മനസ്സിലുണ്ടാവുക. രണ്ടാളെയും കുറ്റം പറയുന്നില്ല നമ്മൾ. രണ്ടാൾക്കും രണ്ട് രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. അസുഖം ഒന്നാണ്. എന്താ അസുഖം? അജ്ഞാനം. ബസ്. ആ അജ്ഞാന അസുഖം ഒരാൾക്ക് ഒരു രീതിയിൽ, വേറൊരാൾക്ക് വേറെ രീതിയിൽ. രണ്ടാൾക്കും ട്രീറ്റ്മെൻറ്റ് വേറെയാണ് അല്ലേ? ചണ്ടാളിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വേറെ, അവൻ്റെ ലെവൽ വേറെ. ഇദ്ദേഹത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് വേറെ. അപ്പോൾ ഈ വേദജ്ഞന്മാർക്ക് അവരുടെ ശ്രീ പുഷ്ടിപ്പെടുത്തുന്നു, ചണ്ടാളന് അവൻ്റെ ശ്രീ പുഷ്ടിപ്പെടുത്തിയിട്ട് അവനെ നേർവഴിക്ക് നയിക്കാൻ നോക്കും. വ്യത്യാസങ്ങളില്ലേ? അപ്പോൾ മറ്റൊരു ചായക്കടക്കാരുണ്ടായിരുന്നു, നാട്ടുപുറത്തെന്ന് വിചാരിച്ചോളൂ, ചായക്കട. അതിൻ്റെ ഓപ്പോസിറ്റ്, ഏതാണ്ട് ഓപ്പോസിറ്റ് അല്ല, കുറച്ച് രണ്ടടി നടക്കണം, 10 അടി നടക്കണം. അതിൻ്റെ അപ്പുറത്തൊരു മരുന്ന് ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പ്, എലോപ്പതി മരുന്ന് ഷോപ്പ്. അപ്പോൾ ഒരു ദിവസം ഈ ചായക്കട രണ്ടു പേർക്കും അച്ഛനും മകനുമാണ് രണ്ട് രീതിയിൽ നോക്കേണ്ടത്. ചായക്കടക്കാരനും അച്ഛനും മകനുമാണ്, മരുന്ന് ഷോപ്പുകാരനും അച്ഛനും മകനുമാണ്. അപ്പോൾ ചായക്കടക്കാരൻ ഒരു ദിവസം ഉച്ചയ്ക്ക് പറഞ്ഞു, മോനെ ഞാൻ ഇപ്പോൾ വരാം, തലവേദനിച്ചിട്ട് പോയി, ഞാൻ പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ആ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ മരുന്ന് മേടിക്കാൻ പോയി. ഇതേ സമയത്ത് മരുന്ന് കച്ചവടക്കാരൻ്റെ മകനോട് മരുന്ന് കച്ചവടക്കാരൻ അച്ഛൻ പറഞ്ഞു, മോനെ എനിക്ക് തലവേദനിച്ചിട്ട് പോയി, ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നോക്കൂ, രണ്ടു പേർക്ക് അസുഖം ഉണ്ട, തലവേദന. ഒരാൾ കഴിക്കേണ്ട മരുന്ന്, ഒരാൾ കുടിക്കേണ്ടത് ചായ. ചായ അന്വേഷിച്ച് മരുന്ന് കടക്കാരൻ അങ്ങോട്ട് പോയി, മരുന്ന് അന്വേഷിച്ച് ചായ കടക്കാരൻ അങ്ങോട്ട് വന്നു. പ്രതിഭാസം ഉണ്ടോ വ്യത്യാസം? ചണ്ടാളിനും വേദജ്ഞമായിട്ടുള്ള വ്യത്യാസം അത് മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ വേണ്ട. അപ്പോൾ ഭഗവാൻ അതാത് ആൾക്കാർക്ക് വേണ്ട ശ്രീ മരുന്ന് കൊടുക്കേണ്ടവന് മരുന്ന് കൊടുക്കും, ചായ കൊടുക്കേണ്ടവന് ചായ കൊടുക്കും. ചായക്കടക്കാരന് ചായ മരുന്നാണ് ശ്രീ, മരുന്ന് കടക്കാരന് ചായയാണ് ശ്രീ. ആ രണ്ടാളുടെ ശ്രീ വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും മനസ്സിലാക്കാനില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് ശ്രീനിവാസ, അത് വസിക്കുന്നവൻ അർത്ഥം. ഓക്കെ. അടുത്ത നാം ശ്രീനിധി. ശ്രീനിധി എന്ന് വെച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ളവൻ അർത്ഥം. എല്ലാ ഐശ്വര്യങ്ങളും, സമ്പത്ത്, ജ്ഞാനവിജ്ഞാനങ്ങൾ, ബുദ്ധിയുടെ കൂർമ്മത, ഓർമ്മശക്തി, ആകർഷണശക്തി, അട്രാക്ഷൻ, ആകർഷണശക്തി, ശരീരവിടവ് ഒക്കെ നമ്മൾ കണ്ടതാ. മാധുര്യം, സംസാരത്തിലെ പ്രിയം, സത്യം, വാഗ്വിലാസം, ഇതൊക്കെ സമ്പത്തിൻ്റെ വിഭൂതികളാണ്, ഓരോരോ പ്രകടനങ്ങളാണ്, ഐശ്വര്യത്തിൻ്റെ പ്രകടനങ്ങളാണത്, ശ്രീയുടെ പ്രകടനങ്ങളാണ് ഇതൊക്കെ. എല്ലാവർക്കും എല്ലാം കൂടി ഒരാളിൽ കിട്ടിക്കൊള്ളുന്നില്ല. ചിലർക്ക് ഒന്നിൽ കൂടുതലുണ്ടാവും, വാഗ്വിലാസം ഉണ്ടാവും, ധനം ഉണ്ടാവില്ല. ധനം ഉണ്ടാവും, വാഗ്വിലാസം ഉണ്ടാവില്ല. അല്ലേ? എല്ലാം കൂടി ഉണ്ടാവില്ലല്ലോ. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ. ഉടലതിരമ്യമൊരുത്തനു കാൽക്കൊരു മുടവുണ്ടവനു നടക്കുന്നേരം. മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിലും ഒറ്റക്കണ്ണനതായത് ദോഷം. ചേർച്ചകൾ പലതും ഉണ്ടാവനൊരു കിഞ്ചിൽ പൂച്ചക്കണ്ണുണ്ടെന്നൊരു ദോഷം. അല്ലേ? അപ്പോൾ ഒരുത്തന് ബുദ്ധികൂർമ്മതയുണ്ട്, അവന് ഓർമ്മശക്തിയില്ല. ഒരുത്തിന് ഓർമ്മശക്തിയുണ്ട്, അവന് ആകർഷണ ശക്തിയില്ല. ഒരുത്തിന് വേഗം മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. വേറൊരുത്തിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റില്ല. ഒരുത്തിന് ശരീരവിടവുണ്ട്, പക്ഷെ അവൻ്റെ വാക്ക് മാധുര്യമാണ്. ഒരുത്തിന് നല്ല ശരീരമാണ്, വായിൽ നാവെടുത്തു കഴിഞ്ഞാൽ ചകിടത്തട്ടി ഉറപ്പാ. അത് സഹജമല്ല, എല്ലാം കൂടി ഒരാൾക്ക് കിട്ടില്ല. അത് കിട്ടുന്ന ഒരാളുണ്ട്.
കിട്ടുന്ന ഒരാളുണ്ട്. അതാണ് ശ്രീനിധി. ശ്രീയുടെ ഭണ്ഡാരാണ്, സൂപ്പർ മാർക്കറ്റാണ് ശ്രീയുടെ ഏത് തരത്തിലുള്ള വേണേൽ ശ്രീ ഉണ്ട് അവിടെ. ഒക്കെ ലേബിൾ എഴുതി ഒട്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. സമ്പത്താണോ വേണ്ടത്? ഓ, ആ ആ ഡെയിനിലേക്ക് പൊക്കോളൂ. ജ്ഞാനവിജ്ഞാനമാണോ വേണ്ടത്? ഈ ബേയിലേക്ക് പൊക്കോളൂ. ബുദ്ധികൂർമ്മതയാണോ വേണ്ടത്? അങ്ങോട്ട് പോയാൽ കിട്ടും. എല്ലാം ഭഗവാനിലുണ്ട്. ഭഗവാന്റെ ഒരു പര്യടനം കഴിച്ചിങ്ങോട്ട് വന്നാൽ മതി, എല്ലാം അവിടെയുണ്ട്. പക്ഷെ അതെല്ലാവർക്കും ഉണ്ടാവില്ല, ഭഗവാന് മാത്രമേ ഇതുള്ളൂ. അതുകൊണ്ടാണ് ശ്രീനിധി, എംബോഡിമെൻ്റ് ഓഫ് ഐശ്വര്യ, സ്റ്റോർ ഹൗസ് ഓഫ് ഐശ്വര്യ, ഭണ്ഡാര ഓഫ് ഐശ്വര്യ, ഒരു സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഓഫ് ഐശ്വര്യ. ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ശ്രീയാണ്. ഇതിൻ്റെയൊക്കെ കലവറയാണ് ഭഗവാൻ. അതാണ് ശ്രീനിധി എന്ന് പറയാൻ കാരണം. ഓക്കെ. പിന്നെ അടുത്ത 609 ശ്രീവിഭാവന. മുകളിൽ വിവരിച്ച പോലെയുള്ള ശ്രീകൾ, അശ്രീകരങ്ങളല്ല, ശ്രീകൾ, അശ്രീകരല്ല, ശ്രീ. എന്തൊക്കെയത്? സമ്പത്ത്, ജ്ഞാനവിജ്ഞാനം, ഓർമ്മശക്തി, ആകർഷണശക്തി, പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? ബുദ്ധി വൈഭവം, ശരീരത്തിൻ്റെ ഘടന, വാക്കിലെ മാധുര്യം, സംസാരത്തിലെ പ്രിയം, പെരുമാറ്റത്തിലെ എന്താ പറയുക ഗുണം, വാഗ്വിലാസം, വാക്ക് പ്രയോഗിക്കുന്നത്, സത്യനിഷ്ഠ, ഇതൊക്കെയാണ് സമ്പത്ത്. അപ്പോൾ ഈ മേൽ പറഞ്ഞ സമ്പത്ത് മുഴുവൻ ശ്രീ വിഭാവന കൊടുക്കുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു ഭഗവാൻ. അത് നൽകുന്നവൻ. ഇതിനു മുമ്പേ ആ നാമം കണ്ടു, ശ്രീധ എന്ന് കണ്ടില്ല നമ്മൾ? ശ്രീധ, ശ്രീയെ കൊടുക്കുന്നവൻ, ശ്രീധ. അന്തരവും ബാഹ്യവുമായിട്ടുള്ള ശ്രീ. ആന്തരിക ശ്രീ ഉണ്ട്, ഭൗതികമായിട്ടുള്ള ശ്രീ ഉണ്ട്. സമ്പത്ത് ഇതൊക്കെ ഭൗതികമായിട്ടുള്ള ശ്രീകളാണ്. ആന്തരികമായിട്ടുള്ളതോ നിത്വം, മതംബിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ഇതൊക്കെ ആന്തരികമായിട്ടുള്ള ശ്രീയാണ്. അതൊന്നും പുറത്ത് വാങ്ങിക്കാൻ കിട്ടില്ല. പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അത് കിട്ടില്ല. പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ആകെപ്പാട് നമുക്ക് ഈ പ്രതാപവും പത്രാസും ഒക്കെ കിട്ടും. സമ്പത്ത് മീൻസ് മണി, കറൻസി. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങും, ആന്തരിക സമ്പത്തും അടങ്ങും. സമ്പത്ത് എന്നങ്ങനെ നമുക്ക് അറിയുന്ന ഭാഷയെല്ലാം അങ്ങോട്ട് ഉപയോഗിച്ചതാണ്. ധനം എന്നർത്ഥം. ധനം എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒതുങ്ങും. മണി ആണ് അങ്ങനെ പറയാം, കറൻസി നോട്ട്. അത് ധാരാളം കിട്ടും പുറത്ത്. അതും സമ്പത്ത് തന്നെയാണ്, അതും ആവശ്യമാണ്, എല്ലാം ആവശ്യമാണ്. നല്ലൊരു വീട്, നല്ലൊരു സ്റ്റാറ്റസ്, നല്ലൊരു സൊസൈറ്റിയിലൊരു പേര്, ഇതൊക്കെ ആവശ്യം തന്നെ. ഇതൊക്കെ അബാഹ്യമായിട്ടുള്ള സമ്പത്തുകളാണ്. സ്റ്റാറ്റസ്. ഒരു MP ആണ്, മഹാപുരുഷൻ, MLA ആണ്, അവിടുത്തെ സെക്രട്ടറിയാണ്, ഇവിടുത്തെ പ്രസിഡൻ്റാണ്. ഇതൊക്കെ അങ്ങനെ പ്രതാപങ്ങൾ പറയാം നമുക്ക്. അതും ആവശ്യമാണ്, ഇതും ആവശ്യമാണ്. അപ്പോൾ ഈ രണ്ട് സമ്പത്തും ഭഗവാൻ വിഭാവന ചെയ്യും. ആന്തരികമായിട്ടുള്ള സമ്പത്തും ബാഹ്യമായിട്ടുള്ള സമ്പത്തും പ്രദാനം ചെയ്യുന്നു ഭഗവാൻ. ശ്രീധ. എങ്ങനെ പ്രദാനം ചെയ്യണു? വെറുതെ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുകയല്ല. അതിനൊരു ലോജിക്കുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ എന്നുള്ള നാമം പഠിച്ചിട്ടില്ല നമ്മൾ. അതിന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഈ സമ്പത്തൊക്കെ ഈ ആൾക്കാർക്ക് എങ്ങനെയാണ് കിട്ടുക? അതിനൊരു ചാനലുണ്ട്. ആ ചാനൽ വഴി ഇത് കിട്ടുള്ളൂ, അല്ലേ? ആ വഴി കൂടെ പോകണം. അപ്പോൾ നമുക്ക് വീട് വയ്ക്കാൻ ഒരു 4 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചാൽ ആ പൈസ വരേണ്ടത് നേരെ അങ്ങോട്ട് പോയിട്ട് മോഡിയുടെ അടുത്ത് നിന്ന് നേരെ ചെക്ക് മേടിക്കാൻ പറ്റില്ല. അതിനൊരു ചാനലുണ്ട്, ഒരു ബാങ്കിങ് ചാനലുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡൊക്കെ കൊടുത്ത്, നമ്പറൊക്കെ വെരിഫൈ ചെയ്ത്, KYC ഒക്കെ കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. ഒരു വ്യവസ്ഥയുണ്ട്, ഇല്ലേ? ആ വ്യവസ്ഥ തന്നെയാണ് ഭഗവാൻ വാരിക്കോരി ശ്രീധ അല്ലെങ്കിൽ ശ്രീവിഭാവന എന്ന് പറഞ്ഞാൽ. ഗുരുവായൂർ അങ്ങോട്ട് തൊഴാൻ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വരുമ്പോൾ തിരിച്ചൊരു പൊട്ടളം, ഒരു പാക്കറ്റുമായിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കണ്ട. അവിടെ നിന്നൊന്നും കിട്ടില്ല. പ്രസാദം തന്നെ കിട്ടാത്ത കാലം. അപ്പോൾ മനസ്സിലായോ? അങ്ങനെയൊന്നല്ല ഭഗവാൻ തരിക. ഭഗവാൻ ചിട്ടയുണ്ട്, കിട്ടും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ചിന്തിക്കുക വേണ്ട, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക്
കിട്ടേണ്ട ശ്രീ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന് ഭഗവാൻ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണേ. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ, നിങ്ങളെപ്പോലെയല്ല എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ എന്താ അവിടെ ബഹളം ഉണ്ടാവുക കൂട്ടുവരൽ. എൻ്റെ അപ്പോ ഞാൻ മുമ്പേ പറഞ്ഞത് കല്യാണ സദ്യക്ക് ഉണ്ടാവില്ല അത്ര തിരക്ക്, അങ്ങനെയാവില്ലേ? അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയൊന്നും നിന്നാൽ കിട്ടില്ല കുട്ടികളെ, പൊക്കോളൂ. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ എത്തിക്കാം, അങ്ങോട്ട് എത്തിച്ചോളാം. ഹോം ഡെലിവറി ഞങ്ങൾക്ക് തരാൻ വിഭാവന ചെയ്യുന്നത് അങ്ങനെയാണ്. ഭഗവാന്റെ സിസ്റ്റം ഉണ്ട്. എന്ത് സിസ്റ്റം വഴി എനിക്ക് ശ്രീ ഭഗവാൻ തരിക? നിങ്ങളുടെ കർമ്മഫലം ആയ രൂപത്തിൽ ഞാൻ തരാം. കർമ്മഫല രൂപത്തിൽ ഞാൻ തരാം. നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മത്തിന് പക്വത വന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഫലം എന്താണോ, നിങ്ങൾ ചെയ്ത കർമ്മം അനുസരിച്ച് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ശ്രീ ഞാൻ തരാം. അപ്പോൾ നിങ്ങൾ എനിക്ക് കർമ്മം തരണു, ഞാൻ നിങ്ങൾക്ക് ശ്രീ തരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യൻ റുപ്പീസ് ഞാൻ കൊടുത്തു, എനിക്ക് ഡോളർ കിട്ടി. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഡോളർ അങ്ങോട്ട് കൊടുത്തു, ഇന്ത്യൻ റുപ്പീസ് അങ്ങോട്ട് കിട്ടി. ഒരു എക്സ്ചേഞ്ച് ഇത് മെക്കാനിസമാണ്. അപ്പോൾ അതിനാദ്യം തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ഞാൻ അങ്ങോട്ട് കൊടുക്കണം എക്സ്ചേഞ്ചിന്. ഞാൻ കർമ്മം ഭഗവാന് കൊടുക്കണം, ഭഗവാനിൽ ഞാൻ എൻ്റെ കർമ്മം അർപ്പിക്കണം, എന്നാലേ കർമ്മഫലം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അത് വേസ്റ്റായി പോവും. യാതൊരു സംശയമില്ല. നിങ്ങൾ ഈ ഓട്ടപാത്രത്തിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കണ പോലെയാണ്, അല്ലെങ്കിൽ പാത്രം കവുത്തിയിട്ട് വെള്ളം ഒഴിക്കണ പോലെയാണ്. ഭഗവാൻ അർപ്പിതമല്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് അതൊന്നും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പോവില്ല. ഇതൊന്നും എനിക്ക് തന്നതല്ല, പിന്നെ ഞാൻ ഇതിൻ്റെ എക്സ്ചേഞ്ച് എങ്ങനെ കൊടുക്കും? എനിക്ക് കിട്ടിയ കർമ്മത്തിന് എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല എനിക്ക് ഫലം കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ കർമ്മം എനിക്കല്ല തന്നത്, നിങ്ങൾ വേറെ എവിടെയോ നിങ്ങളുടെ മനസ്സ് വെച്ചിട്ട് ആർക്കൊക്കെയോ വേണ്ടി കൊടുത്തു. അവരോട് പോയി ചോദിച്ചോളൂ, എന്നോട് ചോദിക്കണ്ട. അങ്ങനെയുള്ളതൊക്കെ ഔട്ട് ഓഫ് അക്കൗണ്ട്സ്. ഇതൊന്നും കണക്കിൽ വരില്ല, ഒക്കെ ബ്ലാക്ക് മാർക്കറ്റാണ്. അക്കൗണ്ടബിൾ കർമ്മ, യു വിൽ ഗെറ്റ് അക്കൗണ്ടബിൾ ഫലം. അത് നിങ്ങൾക്ക് എവിടെ കൊണ്ട് ബാങ്കിലിടാം, ആരും ചോദിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം. രമണ മഹർഷി പൊട്ടനൊന്നല്ല, വെറുതെ അല്ല ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം എന്ന് പറയാൻ കാരണം എന്താ? അങ്ങനെ ആകുമ്പോഴേ അത് കറക്റ്റ് അക്കൗണ്ടിൽ വിടുത്താൻ പറ്റുള്ളൂ. അക്കൗണ്ടബിൾ കർമ്മ ആവണമെങ്കിൽ അങ്ങനെ വരണം. അങ്ങനെ അക്കൗണ്ടബിൾ കർമ്മ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഡോളർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നോട്ട് 1 പൈ മോർ, നോട്ട് 1 പൈ ലെസ്. എത്ര ഉറുപ്പിയാണോ ഡെപ്പോസിറ്റ് ചെയ്ത് അതിനുള്ള ഡോളർ യു വിൽ ഗെറ്റ് ബാക്ക് ആസ് കർമ്മഫലം. അപ്പോൾ ഭഗവാൻ ഒരു പക്ഷപാതവും ഇല്ല. വാരിക്കോരി ഭഗവാൻ അങ്ങനെ അയാൾക്ക് കൊടുക്കണ്ടല്ലോ എന്ന് പറയണമെന്നുണ്ട് യാതൊരു കാര്യമില്ല. അയാൾ ഇന്ത്യൻ റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയില്ല. ബാങ്കിൽ പോലും നമ്മൾ ഒരാളുടെ ട്രാൻസാക്ഷൻ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയില്ല, പറഞ്ഞിട്ടില്ല. ബാങ്ക് ഈസ് നോട്ട് എക്സ്പെക്റ്റഡ് ടു ടെൽ അയാൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, എത്ര വിഡ്രോ ചെയ്തു, അതൊക്കെ സീക്രസിയാണ്. അപ്പോൾ അർപ്പണ മനോഭാവത്തോട്, ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ഇറ്റ് ഈസ് എ സീക്രറ്റ്. അത് ആ കർമ്മം ചെയ്യുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ കർത്തൃത്വഭാവത്തോടും ഭോക്തൃത്വഭാവത്തോടും കൂടി ചെയ്തതാണോ ഈ കർമ്മം, അതോ നിഷ്കാമ കർമ്മത്തോടു കൂടി ചെയ്തതാണോ, അയാൾക്ക് മാത്രമേ അത് അറിയുള്ളൂ. അത് വേറെ ആൾക്കും അറിയില്ല. നിങ്ങൾക്ക് തോന്നുക അയാൾ രാവുപകൽ പണിയെടുക്കുകയെന്ന്. ശരിയാണ്, അയാൾ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നുണ്ടാവും, പക്ഷേ അർപ്പണമില്ല. വേറൊരാളുടെ ഈശ്വരൻ അമ്പലത്തിൽ പോവില്ല, എങ്ങോട്ടും പോവില്ല, ഒരമ്പലത്തിലേക്കും പോവില്ല. എല്ലാ പണിയും കഴിഞ്ഞ് അവസാനം വന്നിട്ട് രാത്രി കള്ള് മുടിച്ച് വന്നിട്ട് അന്ന് എടുക്കണ പണിയൊക്കെ കഴിഞ്ഞ് കിട്ടണ കാശ് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടും ബാക്കിയുള്ള കള്ളും കുടിച്ച് അവിടെ കിടന്ന് വീട്ടിൽ ചെന്ന് വല്ല കഞ്ഞിയോ കപ്പയോ എന്താ വെച്ചാൽ തിന്നിട്ട് നേരെ ആ കുരിശ് വെച്ചിരിക്കണ ഫോട്ടോൻ്റെ മുമ്പിലേക്ക് പോയിട്ട് കർത്താവിൻ്റെ മത്തായി ഇതാ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ നമസ്കാരം മതി. ചിലർ കാലത്ത് കുളിക്കാൻ പോയാൽ മുങ്ങുമ്പോൾ ഒരു വിചാരമുണ്ട്, മതി. ഒറ്റ പ്രാവശ്യം വിചാരിച്ചാൽ മതി, സീരിയസ് ആയിട്ട് ഒരൊറ്റ മുങ്ങിക്കുളിയിൽ ആ ഒരു പ്രാവശ്യം മുങ്ങുമ്പോൾ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. ആ ഒരൊറ്റ വിചാരത്തിൽ ഭഗവാന്റെ കഴുത്തിൽ എത്ര മാല ചെന്ന് വീഴുക അറിയോ? നിങ്ങളുടെ ഇഷ്ടദേവമായിട്ടുള്ള ഭഗവാന്റെ കഴുത്തിൽ ആ ഒരൊറ്റ സ്മരണ കൊണ്ട്, യസ്യ സ്മരണ മാത്രേണ, ആ വെള്ളത്തിനടിയിൽ നിന്നിട്ടുള്ള ആ ഒരൊറ്റ ചിന്തയുണ്ടല്ലോ, ഭഗവാനുള്ള ചിന്ത, ആ ചിന്ത കൊണ്ട് എത്ര കൊട്ടക്കണക്കിന് മാല ഭഗവാന്റെ കഴുത്തിൽ ചെന്ന് വീഴുക.
മതി. അങ്ങോട്ട് ചെയ്യുന്നുള്ള കർമ്മങ്ങളെല്ലാം അർപ്പിക്കുന്നത് ആ സമയത്താണ്. ഇന്നലെ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഭഗവാനെ ഞാൻ എന്താ ഓൾറെഡി അർപ്പിഫൈഡ്. അപ്പോൾ അത് അക്കൗണ്ട് പെട്ടു, അക്കൗണ്ടഡ് മണിയായി, അല്ലെങ്കിൽ ബ്ലാക്ക് മണി ആയിട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു സീക്രസി ഇല്ല. അബ്സല്യൂട്ട്ലി ട്രാൻസ്പാരൻറ്റ് ടു ഈച്ച് അതർ. ഈച്ച് അതർ മീൻസ് കർമ്മം ചെയ്യുന്ന ആൾക്കും ഭഗവാനും ഇത് രണ്ടാൾക്കും അറിയാം. ബാങ്കിനും അറിയാം, ബാങ്ക് അക്കൗണ്ട് ഹോൾഡർക്കും അറിയാം എത്ര ബാലൻസ്, എന്നാ എടുത്ത് എവിടെ പോയി എന്നൊക്കെ. വേറെ ആർക്കും അറിയില്ല. അയാൾ ബാങ്കിലേക്ക് പൈസ കൊണ്ടുപോകണം ഞാൻ കണ്ടതാണല്ലോ. നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും, പക്ഷെ സത്യാവസ്ഥ അതൊന്നുമല്ല. മനസ്സിലായോ? അപ്പോൾ ഭഗവാനോടെ പക്ഷപാതമല്ല. വാരിക്കോരി ഇതാ കൊടുക്കുന്ന അയാൾക്ക്. ഞാൻ എന്താ ചിപ്പിത് ചെയ്യുന്നത്? എത്ര കൊല്ലമായി ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കണം, എത്ര ചുറ്റുകൾക്ക് കഴിച്ചു, എത്ര പുഷ്പാഞ്ജലി കഴിച്ചു. എന്താ ഭഗവാനെ കണ്ണു തുറക്കാത്ത? ആവോ, ആരോടാ ചോദിക്കണം? ഒന്ന് പിന്നാക്കം തിരിഞ്ഞ് അവനവനോടൊന്ന് ചോദിക്കുമോ? അപ്പോൾ അതിന് ഉത്തരം കിട്ടും, അല്ലേ? അപ്പോൾ ആളുകളുടെ കർമ്മവും പ്രാരാബ്ധവും ഒക്കെ അനുസരിച്ചിട്ടാണ് കർമ്മഫലം കൊടുക്കുന്നത്. ആ കർമ്മഫലം കൊടുക്കേണ്ട വ്യവസ്ഥയാണത്. ശ്രീ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ശ്രീ കൊടുക്കുന്നത്, ധനധാന്യാദികൾ, സമ്പത്ത്, ഐശ്വര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നത് ഏത് ചാനൽ വഴിയാണ്? കർമ്മഫലം ചാനൽ വഴി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് വരും. ഗ്യാസ് സബ്സിഡി, വീട് സബ്സിഡിയൊക്കെ ഡയറക്റ്റേ വരുള്ളൂ. ഡയറക്റ്റ് പേയ്മെൻറ്റാണ്, നോ തേർഡ് പാർട്ടി ഇൻവോൾവ്. ഇതൊന്നും പുതിയ സമ്പ്രദായമല്ല. അതൊക്കെ നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സമ്പ്രദായങ്ങളാണ്. ഡയറക്റ്റ് പേയ്മെൻറ്റ് ടു ദി കസ്റ്റമർ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങോട്ട് വരും. അത് വരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സിസ്റ്റം പ്രാരാബ്ധം അനുസരിച്ച്, അവനവൻ്റെ പ്രാരാബ്ധം, അവനവൻ്റെ കർമ്മം അനുസരിച്ചിട്ട്. ഇതേവരെ ചെയ്തിട്ടുള്ള കർമ്മം എങ്ങനെയാണ്? ഈശ്വര അർപ്പണ മനോഭാവമാണോ, അതോ ഭാര്യയും കുട്ടികളും അർപ്പണ മനോഭാവമാണോ? അഹം ഭാര്യ വർദ്ധയ വർദ്ധയ, അതാണോ ആറ്റിറ്റ്യൂഡ്? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? ഒക്കെ ത്വതർപ്പണമതാക്കിയിട്ടു ഞാനുമിഹ തൃക്കാൽക്കൽ വീണു ഹരിനാരായണായ നമ എന്നുള്ള ഭാവമാണോ കർമ്മങ്ങൾ ചെയ്തത്? അതനുസരിച്ചിട്ട് ശ്രീ നിങ്ങൾക്ക് കിട്ടും. അതിന് പിന്നെ ഭഗവാന്റെ റോൾ എന്താ? എൻ്റെ കർമ്മത്തിനനുസരിച്ച് എനിക്ക് ഫലം കിട്ടുന്നതുകൊണ്ട് ഭഗവാന്റെ റോൾ എന്താ അതിൽ? നിങ്ങൾക്ക് അർഹതപ്പെട്ട, നിങ്ങൾ ബാങ്കിൽ ഇട്ടിട്ടുള്ള പൈസ നിങ്ങൾക്ക് ചെന്ന് എടുക്കണമെങ്കിൽ ബാങ്ക് മാനേജറുടെ റോൾ എന്താ അവിടെ? അദ്ദേഹത്തിൻ്റെ അറിവില്ലാണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുമോ? അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പില്ലാണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുമോ? കിട്ടില്ല, കിട്ടില്ല. നിങ്ങളുടെ പൈസയല്ലേ, നിങ്ങളുടെ പൈസയാണ്. പിന്നെന്താ അയാൾക്ക് ഇത്ര പണി? അയാൾ കസ്റ്റോഡിയനാണ്. നിങ്ങളുടെ കർമ്മത്തിൻ്റെയൊക്കെ കസ്റ്റോഡിയനായിരുന്നു ഭഗവാൻ. ആ കസ്റ്റോഡിയൻ അറിയേണ്ടത് നിങ്ങൾക്കത് കിട്ടില്ല. കർത്തൃരാജ്ഞയാ പ്രാപ്യത്തെ ഫലം. ഇതെല്ലാം ക്ലിയറായിട്ട് ഞാൻ എങ്ങനെയാ പറയാം? കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ആ ഫലം കിട്ടുന്നത്. കർമ്മഫലദാത്ത എന്ന് പറയുന്നത് കർത്താവാണ്. ബാങ്കിൽ നിന്നുള്ള, അക്കൗണ്ടിൽ നിന്നുള്ള പൈസ കിട്ടുന്ന ദാത്ത ആരാ? ബാങ്ക് മാനേജറാണ്. അദ്ദേഹത്തിന് വല്ലതുണ്ടോ? നിങ്ങൾ 10 ലക്ഷം എടുത്തു കൊണ്ടുപോയാലും കുഴപ്പമില്ല, 10 കോടി കൊണ്ടിട്ടാലും കുഴപ്പമില്ല. അങ്ങോട്ടേക്ക് ഏറ്റക്കുറച്ചിലൊന്നുമില്ല. എത്ര പണി കൊണ്ടിട്ടുള്ളൂ എത്ര പണി എടുത്തോളൂ. എൻ്റെ ഒപ്പില്ലാണ്ട് നിങ്ങൾക്ക് ഇടാനും പറ്റില്ല, എടുക്കാനും പറ്റില്ല. അല്ലാണ്ട് ഭഗവാന്റെ പ്രിയവും അപ്രിയവും ഒക്കെ നോക്കിയിട്ട് അവനേക്ക് ഇഷ്ടമാണ്, അവൻ കുറച്ച് പൊക്കം കൂടിയ ആളാണ്, എനിക്ക് വലിയ പൊക്കമൊന്നുമില്ലല്ലോ വാമനാവതാരത്തിൽ, വളരെ ചെറിയ ആളായിട്ടല്ലേ, അപ്പോൾ ഈ ഉയരം കുറഞ്ഞവരൊക്കെ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ ഉയരം കൂടിയവരൊക്കെ എനിക്കിഷ്ടമാണ്, വെളുത്ത ആൾക്കാരെ എനിക്കിഷ്ടമാണ്, കറുത്ത ആൾക്കാരെ ഇഷ്ടമല്ല. ഇങ്ങനെയുള്ള പക്ഷപാതങ്ങളൊന്നും ഭഗവാനില്ല. ഭഗവാൻ എല്ലാ ജീവികളും ഭഗവാൻ ഒരേപോലെയാണ്, സമഭാവമാണ് ഭഗവാന്. അദ്ദേഹത്തിന് പ്രിയനെന്നോ അപ്രിയനെന്നോ ആരുമില്ല. വ്യക്തികളുടെ കർമ്മം അനുസരിച്ച് അവരെ സൽക്കരിക്കുന്നു. തട്ടാനെ സംബന്ധിച്ചിടത്തോളം അവന് ശ്രീരാമൻ്റെ വിഗ്രഹമായ എന്താ, ഒരു ഹനുമാൻ്റെ വിഗ്രഹമായ എന്താ? ഞാൻ ശ്രീരാമനെ പൂജിച്ചിരുന്ന, എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, ഞാൻ ചെന്ന് കൊണ്ട് പണയം വെച്ചു. ഒരു
സ്വർണ്ണ വിഗ്രഹം, ശ്രീരാമൻ്റെ ഒരു സ്വർണ്ണ വിഗ്രഹം ഹനുമാൻ്റെ കൊണ്ട് പണയം വെച്ചപ്പോൾ മുത്തൂറ്റ് അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഇത് അല്ലെങ്കിൽ തട്ടാൻ പറഞ്ഞു. അവന് ശ്രീരാമനും ഹനുമാനും യാതൊരു ഭേദവുമില്ല. അവർ രണ്ടിൻ്റെയും നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇത്ര സ്വർണ്ണമുണ്ട്, അതിനുള്ള പൈസ എന്തൊക്കെ ഞാൻ തരാം. ശ്രീരാമനും ഹനുമാനും ഒരേ വിലയോ? താൻ എന്ത് പറയണത്? താൻ എന്ത് തട്ടാനാ? അവൻ്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അവനെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമനും അല്ല അവിടെ, ഹനുമാനും അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആ വിഗ്രഹങ്ങളുടെ ഒക്കെ ഉള്ളിലുള്ള ചൈതന്യവും ശക്തിയുമായിട്ടുള്ള സ്വർണത്തിൻ്റെ മുകളിൽ അവന് നോട്ടുള്ളൂ. ഭഗവാൻ എങ്ങനെയാണ്? നിങ്ങൾ സൂട്ടും കൂട്ടിട്ട് നിന്നിട്ട് യാതൊരു കാര്യമില്ല. നല്ല അയൺ ചെയ്ത മുണ്ടും ടട്ടും ചുപ്പൊക്കെ ഇട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അവരുടെ നോട്ടം എങ്ങനെയാണ്? ഉള്ളിൽ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ട്രാൻസ്പാരൻ്റ് ആണ് അവൻ. ഇവനെ എക്സ്റേ പോലെ കാണാൻ പറ്റുമോ? ദാറ്റ്സ് ഓൾ. അപ്പോൾ അപ്രിയമായിട്ടുള്ളൊരു വ്യക്തിയില്ല, പ്രിയമായിട്ടുള്ളൊരു വ്യക്തിയില്ല ഭഗവാന്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യാസ്തി ന പ്രിയ. 9-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനോട് പറയണത്, സമോഹം സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും അർജുന എനിക്ക് സമമാണ്. സമോഹം സർവഭൂതേഷു, ഞാൻ എല്ലാ ഭൂതങ്ങളിലും സമമായിട്ട് കാണുന്നവനാണ്. നമേ ദ്വേഷേന അസ്തി ന പ്രിയ, എനിക്കൊരു ദ്വേഷമില്ല, ഒരു പ്രിയനുമില്ല. ഞാൻ എല്ലാവർക്കും സമൻ, ദ്വേഷ്യൻ ഇല്ലെനിക്കില്ലൊരിഷ്ടനും. എന്താ കലക്കൻ തർജ്ജമല്ലേ? സമോഹം സർവഭൂതേഷു, ഞാനെല്ലാവർക്കും സമൻ, ദ്വേഷൻ നമേ ദ്വേഷ്ട്യാൽ അസ്തി ന പ്രിയ, ഞാനെല്ലാവർക്കും സമൻ, ദ്വേഷ്യൻ ഇല്ലെനിക്കില്ലൊരിഷ്ടനും. ഒരു ദ്വേഷനും ഇല്ല എനിക്ക്, ഒരു ഇഷ്ടനും ഇല്ല എനിക്ക്. ഞാൻ വെറുക്കപ്പെടുന്ന ഒരാളുമില്ല, ഇഷ്ടപ്പെടുന്ന ഒരാളുമില്ല. എല്ലാവരോടും സമഭാവന, ഈക്വാനിമിറ്റി, സമബുദ്ധി. പിന്നെ ഞാൻ എങ്ങനെ ഒരാൾക്ക് വാരിക്കോരി കൊടുക്കുക? അതിനൊരു നിയമവും വ്യവസ്ഥയൊക്കെ ഉണ്ട്. റെക്കോർഡ് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ കിട്ടുള്ളൂ. വളരെ നീതിപൂർവമാണ് ഈ ശ്രീയെ ഭഗവാൻ വിഭാവനം ചെയ്യുന്നത്. ഫുൾ ജസ്റ്റിസ്. പേടിക്കുക വേണ്ട നിങ്ങൾ. ഒരു കോടതിയിൽ ഇങ്ങനെ ഒരു ന്യായസ്ഥ ഉണ്ടാവില്ല. ന്യായസ്ഥനായും സമദർശിയായും ജഗന്നിയന്താവ് നയിച്ചിടുന്നു. പിന്നെന്താ പേടിക്കാനുള്ളത്? അദ്ദേഹം ന്യായസ്ഥനായിട്ടും സമദർശിയായിട്ടാണ്. ഈക്വൽ വിഷൻ ടു ഓൾ, ഫുൾ ജസ്റ്റിസ് ടു ഓൾ. ന്യായസ്ഥനായും സമദർശനായും ജഗന്നിയന്താവ് നയിച്ചിടുന്നു. ഒരു ഡിസ്ട്രിക്റ്റോ ഒരു കൗൺസിലോ ഒരു ദേശമോ ഒരു സ്റ്റേറ്റോ ഒരു രാജ്യമോ അല്ല. നിയന്താവ്, ജഗന്നിയന്താവ് നയിച്ചിടുന്നു. ജഗത്തിൻ്റെ നിയന്താവാണ് അദ്ദേഹം. അതുകൊണ്ട് കാലജ്ഞനം, കർഷകൻ ഓർമ്മയുണ്ട്. കാലത്തെ അറിഞ്ഞവനാണ് അവൻ. കാലം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ടൈം ഈസ് അണ്ടർ ഹിസ് കൺട്രോൾ. അപ്പോൾ കാലജ്ഞനം, കർഷകൻ ഓർമ്മയുണ്ട്. വിത്തിട്ട വണ്ണം വിളയിച്ചു കൊള്ളുവാൻ. ഏത് വിത്താ കുത്തിട്ടാൽ ആ വിളവ് കിട്ടും. മത്തം കുത്തിട്ടാൽ കുമ്പളം കിട്ടില്ല. മീനിങ് കർമ്മത്തിനനുസരിച്ചിട്ടുള്ള അനുസൃതമായിട്ടുള്ള ഫലം കിട്ടും. അതുകൊണ്ട് എന്താ കിട്ടിയച്ചാൽ തിരിച്ച് ചോദിക്കാനും നിൽക്കണ്ട. എന്താ അങ്ങനെ എന്നും പറഞ്ഞ് തല്ലിടാൻ നിൽക്കണ്ട. മിണ്ടാണ്ട് വാങ്ങിച്ച് പ്രസാദഭാവത്തിൽ അതിനെ സ്വീകരിക്കുക. ഇനിയെങ്കിലും രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ. അല്ല തല്ലിടാനാണോ വഴി, തല്ലുടിക്കൊള്ളൂ. ഇങ്ങനെ തല്ലുടി ജമ്മ കഴിച്ചാൽ മതി. അതല്ല, കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി, ചെയ്തതൊന്നല്ല ശരി, ഇനിയിപ്പോൾ ശരിയായിട്ടുള്ള നല്ല കുട്ടിയായിട്ട് നടക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവിടുന്ന് തരുന്ന കർമ്മഫലം വിശ്വസിക്കുക. അതിൽ യാതൊരു വിധമായിട്ടുള്ള കലർപ്പും ഉണ്ടാവില്ല, ഒരു പാർഷ്യാലിറ്റി ഉണ്ടാവില്ല, ഒരു വകഭേദങ്ങൾ ഉണ്ടാവില്ല, ഒരു വ്യത്യാസങ്ങളും ഉണ്ടാവില്ല. ഒരു ഭാവപകർച്ച ഉണ്ടാവില്ല, ഒരു അസമത്വം ഉണ്ടാവില്ല. കാരണം ന്യായസ്ഥനായും സമദർശിയായിട്ടാണ് അദ്ദേഹം വിലസുന്നത്. അതുകൊണ്ട് പ്രസാദഭാവത്തോടെ
എനിക്ക് ആലോചിച്ച് എൻ്റെ ആലോചനയിൽ ലോജിക്കല്ലാത്ത ഫലമാണെന്നുണ്ടെങ്കിൽ ഫലം തെറ്റാന്നല്ല ധരിക്കേണ്ടത്, എൻ്റെ ലോജിക്ക് തെറ്റാന്നാണ് ധരിക്കേണ്ടത്. എൻ്റെ ഓർമ്മശക്തി എനിക്ക് അത്ര ഇല്ല. ഇന്ന് വയറിന് അസുഖം ഉണ്ടെങ്കിൽ ഇന്നലെ കഴിച്ച ഭക്ഷണത്തിന് എന്തോ തകരാറുണ്ട്. ഇന്ന് കാലത്ത് നീട്ടിട്ട് ഞാൻ ഒന്നും കഴിച്ചില്ലോ എന്ന് കണ്ട് കാര്യം. ഇന്നലെ കഴിച്ച ഭക്ഷണം എന്താ ഓർമ്മയുണ്ടോ? ഇന്നലെ എന്താ കൂട്ടാൻ വീട്ടിൽ ഓർമ്മയുണ്ടോ? അപ്പോൾ അത് വയറിന് പറ്റാത്തൊരു കൂട്ടാനാണെങ്കിൽ ഇന്ന് വയറിന് അസുഖം ഉണ്ടാവില്ലേ? അത് ഭഗവാനെ കുറ്റം കൊണ്ട് കാര്യമുണ്ടോ? ആ വ്യവസ്ഥ അങ്ങനെയല്ലേ? അപ്പോൾ അതേപോലെ അത് പ്രസാദമായിട്ട് സ്വീകരിച്ചോളൂ. ഭഗവാനെ വയറിന് അസുഖം വന്നു, സ്വീകരിക്കണു. എന്താ കിട്ടിയ വേണ്ടെന്നും പറയണ്ട. അയ്യോ എനിക്കിതൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഒരു യോഗിയാണ്, ഞാൻ എങ്ങനെയും ഹിമാലയത്തിൽ കഴിയണ ഒരാളാണ്, ഈ കുടുംബം കുട്ടികളൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ് കിട്ടിയത് തള്ളിക്കളയും വേണ്ട. ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട എന്നാണ് എഴുത്തച്ഛൻ നിലവിളിക്കുന്നത്. നോക്കൂ, ഇത് കിട്ടണം ഇത് കിട്ടണം ഇത് കിട്ടണം എന്ന് ചെറിയ കുട്ടികൾ വാശി പിടിക്കണ പോലെ ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വിധികൃതമായിട്ട് വന്നിട്ടുള്ള ഭോഗങ്ങൾ അയ്യോ എനിക്ക് വേണ്ട, ഐ ആം സോ സോറി, ഐ ഡോണ്ട് വാണ്ട്, അതും പറഞ്ഞ് നിൽക്കണ്ട. വിഡ്ഢിയാവുള്ളൂ ലോകത്തിൽ. വിഡ്ഢിവേഷം കെട്ടാൻ നിൽക്കണ്ട. ഭഗവാൻ തന്നത് സ്വീകരിച്ചോളൂ, അത് നിങ്ങൾക്ക് അനുഭവിക്കാനാ. അല്ലാന്നുണ്ടെങ്കിൽ വല്ലവർക്കും ദാനം കൊടുത്തോളൂ. നെവർ സേ നോ ടു ഹിം. യത് ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദേ ചിത്തം. ഏതൊരു ധനമാണോ, ഏതൊരു ശ്രീയാണോ, ഏതൊരു എന്താ പറയുക വരപ്രസാദമാണോ, ഏതൊരു കർമ്മഫലമാണോ, യത് ലഭസേ നിജ കർമ്മോപാത്തം, നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് കിട്ടിയിരിക്കുന്ന ഫലങ്ങൾ വിത്തം തേന വിനോദയ ചിത്തം, ആ വിത്തം കൊണ്ട്, ആ സമ്പത്ത് കൊണ്ട്, ആ ഐശ്വര്യം കൊണ്ട് വിനോദയ ചിത്തം, എൻ്റർടൈൻ ദ മൈൻഡ്, മനസ്സിനെ സൂചിപ്പിക്കാൻ നോക്കൂ. എട്ടങ്കോലിട്ട് നിൽക്കാനല്ല നോക്കും. ഇത്രയേ ഉള്ളൂ, ഇത്ര, അയാൾക്കെന്താ അത്ര, അയാൾക്കെന്താ വലിയ ദോശ, എനിക്കെന്താ ചെറിയ ദോശ. വലിയ ദോശയും ചെറിയ ദോശയും ഒന്നും കണക്ക് നോക്കണ്ട. അമ്മ തന്നത് പ്രസാദം ചോദിച്ച് കഴിച്ചു. വിത്തം തേന വിനോദയ ചിത്തം ഭജഗോവിന്ദത്തിൽ പറയും. അപ്പോൾ അതാണ് ശ്രീ വിഭാവന. വിഭാവന ചെയ്യുന്നത് ആ രീതിയിലാണ് അർത്ഥം. ഓക്കെ. അടുത്ത നാമം ശ്രീധര. ശ്രീധര എന്ന് വെച്ചാൽ ശ്രീയെ ധരിക്കുന്നവൻ അർത്ഥം. വക്ഷസ്സിൽ സ്ഥലം പിടിച്ച കാരണം ഭഗവാൻ ശ്രീയെ ധരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ പുരുഷഗണത്തിൽ പെട്ട എല്ലാ സൃഷ്ടികളെയും ഹരി എന്ന് പറയാറുണ്ട്. അത് ഹരിവർഗം എന്ന് പറയാറുണ്ട്. പുരുഷഗണത്തിലുള്ള എല്ലാ സൃഷ്ടികളെയും, മനുഷ്യന്മാർ മാത്രമല്ല, ഏതെല്ലാം പുരുഷ സൃഷ്ടിയുണ്ടോ ആ പുരുഷ സൃഷ്ടി എല്ലാം കൂടി ഒരു പേരിട്ടിരിക്കുന്നത് ചില പണ്ഡിതന്മാർ ഹരി എന്നാണ്. വേദാന്ത തൃക്കുകൾ ഹരി. സ്ത്രീഗണത്തിൽപ്പെട്ട എല്ലാ വർഗത്തിനെയും ശ്രീ എന്നുള്ളൊരു പേരിട്ടിട്ടുണ്ട്. അപ്പോൾ പുരുഷവർഗത്തിലുള്ള ഹരി, ഇത് ശ്രീ, അങ്ങനെ തരംതിരിക്കാം. അങ്ങനെ വരുമ്പോൾ ശ്രീയെ ധരിക്കുന്നത് ആരാ? ഹരിയല്ലേ. അപ്പോൾ ശ്രീഹരി എന്നോ ഹരിശ്രീ എന്നോ ശ്രീധര എന്നോ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഹരിശ്രീ എന്നിടാം, കുഴപ്പമൊന്നുമില്ല. ശ്രീഹരി എന്നിടാം, അതും തെറ്റില്ല. ശ്രീധര എന്നിടാം, അതും തെറ്റില്ല. എനിക്ക് പറഞ്ഞാൽ ശ്രീയെ ധരിക്കുന്നവൻ എന്നർത്ഥം. ശ്രീയെ ധാരണം ചെയ്തിട്ടുള്ളവൻ, ധർമ്മത്തിനെ ധരിക്കുന്നവൻ, ധർമാധാര എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ധർമ്മത്തിനെ ധരിക്കുന്നവൻ. നേരത്തെ നമ്മൾ കണ്ടില്ലേ എല്ലാ സ്ത്രീകളുടെയും നിധിയാണെന്ന്. ശ്രീനിധി, ശ്രീ ഇത് പറഞ്ഞത് ഇതർത്ഥം തന്നെയാണ്. അടുത്ത നാമം ശ്രീകര. ശ്രീയെ ഉണ്ടാക്കി കൊടുക്കുന്നവൻ എന്നർത്ഥം. ശ്രീദ എന്നൊക്കെ പറയില്ലേ, ശ്രീയെ ദാനം ചെയ്യുന്നവൻ, ശ്രീ വിഭാവന ചെയ്യുന്നവൻ. ആ നാമങ്ങളുടെയൊക്കെ അർത്ഥം തന്നെയാണ്. ശ്രീദ, ശ്രീവിഭാവന, ശ്രീകര ഇതൊക്കെ അർത്ഥം തന്നെ ഒന്ന് തന്നെയാണ്. ശ്രീവിഭാവന എന്ന് വെച്ചെങ്കിൽ ഭഗവാൻ ഇതേപോലെ നേരിട്ട് ബാങ്ക് വഴി കൊടുക്കുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കണത്. നേരിട്ട് കൈ തന്നില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ കർമ്മഫലമായിട്ടാണ് ഇത് പോകുന്നത്. മനസ്സിലായില്ലേ? അത് ശ്രീ വിഭാവന. ശ്രീകര എന്ന് വെച്ചെങ്കിൽ
എന്താ പറയുക, അത് നേരത്തെ പറഞ്ഞത് ഹോം ഡെലിവറി നിങ്ങൾക്ക് നേരിട്ട് കിട്ടും വീട്ടിൽ. ബാങ്ക് വഴിയെങ്കിൽ ബാങ്ക് വഴി നേരിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടും. ശ്രീകര എന്നാൽ നേരിട്ടല്ലെങ്കിലും അതിനുള്ള വഴി കാണിച്ചു തരും ഭഗവാൻ. എന്തെങ്കിലും ഒരു 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 ടെക്നോളജി പറഞ്ഞു തരും, പോകാനുള്ളൊരു വഴി തുറന്നു തരും. ശ്രീ സമ്പാദിക്കാനുള്ളൊരു വഴി തുറക്കും, നേരിട്ട് തന്നില്ലെങ്കിലും. അങ്ങനെയില്ലേ, ചോറ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൂട്ടുകാരെ കാണിച്ചു കൊടുത്താൽ പോരെ, നല്ല കാര്യമല്ലേ. ഏതായാലും കുഴപ്പമില്ല. ശ്രീകര ഈസ് എ കോസ് എന്നർത്ഥം. അത് കൊടുക്കുന്നവൻ, ശ്രീയെ ഉണ്ടാക്കി കൊടുക്കുന്നവൻ. ശ്രീയെ കൊടുക്കുന്നവനല്ല, ശ്രീ ഉണ്ടാക്കാനുള്ള എന്താ പറയുക, സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പുറത്തുനിന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചത് അങ്ങോട്ട് പോക്കോ, അവിടുന്ന് ഇങ്ങോട്ട് പോക്കോ, ഇനി ഇങ്ങോട്ട് വാ, ഇല്ല അങ്ങോട്ട് പോക്കോ, ഇങ്ങനെ ഓരോ ഡയറക്ഷൻസ് കൊടുക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കപ്പോൾ ഊട്ടുവരെ കാണിച്ചു കൊടുക്കുക തന്നെ. ചോറ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഊട്ടുവരെ കാണിച്ചു കൊടുക്കുക. അതാണ് ശ്രീകര എന്ന് വെച്ചാൽ മനസ്സിലായോ? ലളിതാ സഹസ്രനാമത്തിലും ഈ ഇത് വരുന്നുണ്ട്. ശ്രീകരി എന്നുള്ളൊരു വാക്ക് വരുന്നുണ്ട്. ശ്രീകര പുല്ലിംഗം, ശ്രീകരി സ്ത്രീലിംഗം, രണ്ടും ഒന്ന് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ഒന്നാണ്. എല്ലാം അടിവേരുകളൊക്കെ യോജിപ്പിച്ച് നിൽക്കുകയാണ്. ശങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്രനിഭാനന എന്നുള്ളൊരു നാമുണ്ട്, ശ്ലോകമുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. അതിൽ ശങ്കരി ശ്രീകരി, രണ്ടാമത്തെ നാമം ശ്രീകരിയാണ്. ശ്രീയം കരോതി ഇത് ശ്രീകര. ശ്രീയെ ഉണ്ടാക്കി കൊടുക്കുക, ശ്രീയെ കൊടുക്കല്ല, ശ്രീയെ ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക. ശ്രീയം കരോതി ഇത് ശ്രീകര. അപ്പോൾ അതാണ് ശങ്കരി ശ്രീകരി സാധ്വി. അപ്പോൾ അതിൽ ശ്രീകരി എന്ന് പറഞ്ഞത് തന്നെയാണ്. ഓക്കെ. അടുത്ത നാമം ശ്രേയ. ശ്രേയ എന്ന് വെച്ചാൽ മോക്ഷം നൽകുന്നവൻ എന്നർത്ഥം. ശ്രേയ വീണ്ടും കർമ്മത്തിന് അനുസൃതമായിട്ട് മോക്ഷത്തിലേക്കുള്ള സ്പീഡ്. പ്രേയസ്മാർഗത്തിലൂടെ നടക്കുന്നവരെ അതാത് സമയത്ത് അവർ കർമ്മഫലം അനുസരിച്ചിട്ട് വേണ്ട കർമ്മഫലങ്ങളെല്ലാം കൊടുത്ത് അവരെ ഇടയ്ക്ക് ഇങ്ങനെ വഴി സ്വല്പം തെറ്റായിട്ടുള്ള വഴി കൂടെ പോവുകയാണെങ്കിൽ, നമ്മൾ ഈ ആട്ടുകുട്ടികളൊക്കെ ആട്ടി ഒരു നല്ല വഴിക്കാക്കില്ല, അതേപോലെ അങ്ങനെ ഇടയ്ക്ക് കോലുണ്ടൊക്കെ ഒന്ന് തട്ടി, അങ്ങനെ ഇന്ന് ആയാൽ പോരാ കൂട്ടാ, നല്ല വഴിക്ക് നടക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി നല്ല സമയത്തൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഒരു നേർവഴിക്ക് ഇങ്ങനെ ആക്കി കൊടുത്ത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഇവർ നടക്കുന്നത് നേർവഴി തന്നെയായിരിക്കും. പിന്നെ ആ വഴി കൂടെ അങ്ങോട്ട് പോവാം സ്പീഡിൽ. അങ്ങനെ മോക്ഷ കവാടത്തിലേക്ക് എത്താം. അപ്പോൾ ആദ്യം പ്രേയസ്മാർഗത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ച് ശ്രേയസ്മാർഗത്തിലേക്ക് ആക്കണം. ആദ്യം തന്നെ കണ്ടുടനെ ഡോ എന്ത് പൊട്ടത്തര ചെയ്യണം, ഇതേ വഴി കിടക്കുക ചോദിക്കരുത്. എപ്പോഴും നമ്മുടെ നാട്ടിലുള്ളൊരു ദുരാചാരം എന്താ അറിയോ, അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാരെ കളിയാക്കൽ അസാധ്യ കൂടുതലാണ് അവിടെ. എല്ലാവർക്കും എല്ലാ കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞോളണമെന്നുണ്ടോ? കേൾക്കൂ. അപ്പോൾ അറിയുന്നവൻ എന്തിനാ അഹങ്കാരിയാവണം? അറിയാത്തവനെ എന്തിനു പരിഹസിക്കണം? എന്തടോ എന്താ ചെയ്യണത്, ഇങ്ങനെ ചെയ്യാൻ അല്ല. അവൻ്റെ വഴിക്ക് വിടൂ, അവൻ്റെ ഒപ്പം നിൽക്കുമോ, അവന് വേണ്ടി കുറച്ച് തെറ്റുകൾ നിങ്ങളും ചെയ്യുമോ, എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ. ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിരിക്കുമ്പോഴോ കാപ്പി പിടിച്ചിരിക്കുമ്പോഴോ, അച്യുതാ നീ പറഞ്ഞ ഈ വഴി ശരിയല്ല കേട്ടോ, നമുക്ക് നാളെ ഒരു കാര്യം ചെയ്യാം, ഒന്ന് അപ്പുറത്ത് കൂടെ പോയി നോക്കുക. അപ്പോൾ അവൻ കേൾക്കും. ഇതല്ലാണ്ട് അവൻ നടന്നു പോകേണ്ട സമയത്ത് അച്ഛോ നീ ഇതല്ലടാ പോകണ്ട, അപ്പുറത്ത് കൂടെ പോകേണ്ടവരാ, അതാണ് എൻ്റെ പണി നോക്കൂടെ പറയും അല്ലേ. അപ്പോഴല്ല പറയേണ്ട സമയമുണ്ട്. അപ്പോൾ ജ്ഞാനം കിട്ടിയവർ, അറിവ് നേടിയവർ, തന്നേക്കാൾ അറിവ് കുറഞ്ഞവരെ അവരുടെ മനസ്സിന് വിദ്വേഷം ഉണ്ടാക്കരുത്. വിദ്വേഷമല്ല, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്, ചാഞ്ചല്യം ഉണ്ടാക്കരുത് മനസ്സിന്. കാരണം നിങ്ങൾ അറിവുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങോട്ട് ആരോ പറഞ്ഞു കൊടുത്ത് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെയൊന്നും അല്ലോടോ ചെയ്യുക എന്ന് തറപ്പിച്ചങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് സംശയമായി. ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കുക അവിടെ. അപ്പോൾ അതാ നല്ലത്, ഇയാൾ നല്ലത്. ഇയാൾ പറഞ്ഞു ഇങ്ങനെയാണ്, മറ്റാൾ പറഞ്ഞു അങ്ങനെയാണ്. ഞാൻ അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ രണ്ടും ചെയ്യേണ്ട അവിടെ ഇരിക്കുകയുള്ളൂ. ഈ എന്താണ് കള്ളമൂരികൾ നിൽക്കണ പോലെ അവിടെ നിൽക്കും.
അവർ തീരുമാനിക്കട്ടെ എന്താ വെച്ചാൽ എന്നിട്ട് ചെയ്യാമെന്ന് പറയും. അതല്ലാതെ അവരെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പറഞ്ഞ് അതാണ് അവിടെയാണ് നമ്മളുടെ ബുദ്ധി തീക്ഷ്ണതയും കൂർമ്മ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ നേരത്തെ സമ്പത്തില്ലേ, ആ സമ്പത്ത് അവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അയാളുടെ കൂടെ നിന്ന് അയാൾക്ക് മുഷിപ്പ് തോന്നാത്ത രീതിയിൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല വഴിക്ക് നയിച്ചു കൊണ്ടുപോവുക. അതാണ് ലീഡർ. അങ്ങനെ നയിച്ചു കൊണ്ടുപോകണവനാണ് നായകൻ. അല്ലാത്തവരൊക്കെ വിനായകന്മാരാണ്. അങ്ങനെ നേർവഴിക്ക് കൊണ്ടുപോയിട്ട് ശ്രേയസ്മാർഗത്തിൽ നിന്ന് പ്രേയസ്മാർഗത്തിൽ നിന്ന് ശ്രേയസ്മാർഗത്തിലേക്കാക്കി മെല്ലെ ലിബറേഷൻ അല്ലെങ്കിൽ മോക്ഷത്തിന് അനുസൃതമായിട്ടുള്ള ക്ലൈമറ്റ് സൃഷ്ടിച്ച് പിന്നെ അയാൾ പോൾ വാൾട്ട് പോലെ അങ്ങോട്ട് ചാടിക്കോളും. പിന്നെ അയാൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഈ വടിയും പിടിച്ച് അങ്ങോട്ട് ചാടി ഈ വടി ഇങ്ങോട്ട് കളഞ്ഞോളൂ. അതാണ് ശ്രേയ. ആ ശ്രേയസ് കൊടുക്കുന്നവനാരോ അദ്ദേഹം ഭഗവാനാണ്. ഭഗവാന്റെ കൃപയാണ് ആ ശ്രേയസ് കൊടുക്കുന്നത്. ഭഗവാന്റെ കൃപ കാരണമാണ് നമ്മളോട് ഒരാൾ വന്നിട്ട് ഗുരുനാഥ രൂപത്തിൽ നമ്മളെ ഉപദേശിക്കാൻ വന്നത്. അത് ആരാ? ഭഗവാന്റെ കൃപ തന്നെയാണ്. എന്താ ഭഗവാന്റെ കൃപ കിട്ടാൻ കാരണം? അത് എൻ്റെ അളിയനായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത അയൽവക്കക്കാരനായിട്ടൊന്നുമല്ല ഭഗവാൻ. നിങ്ങളുടെ കർമ്മം അങ്ങനത്തെ ആയിരുന്നു നിങ്ങൾ ചെയ്തത്. അത് നിങ്ങൾ ഇതിനുള്ള അർഹനാണ്. ഈ മാറ്റത്തിന് നിങ്ങൾ അർഹനാണ്. അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, ഞാൻ വേറൊരാളെ പറഞ്ഞയക്കാം, ശ്രീകര. ആ പറഞ്ഞയച്ച ആൾ വഴി നിങ്ങൾ നേരെയാവും. അപ്പോൾ ഒന്നുകിൽ ഒരു സ്നേഹിതനെ കിട്ടും, അല്ലെങ്കിൽ ഒരു ഗുരുനാഥനെ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ആ വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രേയ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അതാണ് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. അപ്പം നമുക്കിവിടെ നിർത്തുക. നാളെ അടുത്ത നാമം നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ രക്ഷിക്കണേ.